ഇപ്പോൾ സമയം ഏകദേശം 1:47 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്നറിയില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ പഴമക്കാർ പറയുന്നത് ദേഷ്യത്തിൻ്റെ പുറത്ത് നമ്മൾ ഒരു കാര്യവും ചെയ്യരുതെന്നാണ്. പക്ഷേ ഈ രാത്രി 1:47 അതായത് 2 മണിയായി. ഞാൻ കഷ്ടകാലത്തിന് രാത്രി കങ്കുവ സിനിമ കാണാൻ കയറി. സൂര്യയുടെ ഒരു ഡൈ ഹാർഡ് ഫാനാണ് ഞാൻ. ഡൈ ഹാർഡ് ഫാൻ എന്ന് പറഞ്ഞാൽ സൂര്യയുടെ കാക്ക കാക്ക, ഗജനി അടക്കമുള്ള എല്ലാ സിനിമകളുടെയും ഫാനാണ്. കങ്കുവയെക്കുറിച്ചൊരു റിവ്യൂ പറയണമെന്ന ആഗ്രഹത്തിലാണ് ഞാൻ തുടങ്ങുന്നത്. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണരുത്. അതായത് പ്രത്യേകിച്ച് യാതൊരു അർത്ഥവുമില്ലാതെ കുറച്ച് ബഹളം മാത്രം വെക്കുന്നൊരു സിനിമ. കണ്ടിന്യൂസ്ലി ബഹളം. ഞാൻ ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിലെ PVR ഭാരതീയ കാണാൻ പറ്റുന്നൊന്നറിയില്ല. യെസ് PVR ഭാരതീയ ഭാരതീയ മോൾ ഓഫ് ഭാരത, എന്തുവാണ് അതിൻ്റെ പേര്. എന്താണെങ്കിലും കൊള്ളാം. കങ്കുവ നല്ല വിഷ്വൽസാണ്, ഇല്ലെന്ന് പറഞ്ഞുകൂടാ. വിഷ്വൽസ് ആർ വെരി ഗുഡ്. ഒരു ബാലൻസ് റിവ്യൂ പറഞ്ഞാൽ വിഷ്വൽസ് വളരെ നല്ലതാണ്. പക്ഷേ റൈറ്റിംഗ് വളരെ മോശമാണ്. സിനിമയുടെ റൈറ്റിംഗ് മോശമാണ്, നറേഷൻ മോശമാണ്. പ്രത്യേകിച്ചൊരു ലക്ഷ്യബോധമില്ലാതെ സിനിമ പോകുന്നു എന്നൊരു വലിയ ഇഷ്യൂ ഉണ്ട്. ഞാൻ രാത്രിയിൽ നമ്മുടെ ഒരു ഓല ബുക്ക് ചെയ്തു. ഓലയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഓല എവിടെ എത്തിയെന്ന് ദൈവത്തിനറിയാം. ഓല എവിടെ എത്തി? അപ്പോൾ സിനിമ പോരാ. സൂര്യയുടെ ഇത്രയും എഫേർട്ടൊക്കെ, അതായത് പല ഹോളിവുഡ് സിനിമകളും കണ്ട് ആ ഹോളിവുഡ് സിനിമകളെ അന്ധമായി കോപ്പി ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ്. 300, മാഡ് മാക്സ് ഫ്യൂറി, അതുപോലത്തെ പല, അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമകൾ വന്ന് അതിൻ്റെ ഒരു വിഷ്വൽ ലാംഗ്വേജ്, ഒരു വിഷ്വൽ ഗ്രാമർ വെറുതെ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ വഴിയിൽ നിറങ്ങിൽ പോലും റിവ്യൂ ചെയ്യാൻ കങ്കു എന്നെ പ്രേരിപ്പിച്ചു എന്നുള്ളത് കൗതുകം ഉണർത്തുന്നൊരു കാര്യമാണ്. പക്ഷേ സിനിമ പോരാ. ആ ബോയ്, ആ ഒരു പയ്യനുണ്ട്, ആ പയ്യൻ നന്നായി ചെയ്യുന്നുണ്ട്. സൂര്യയുടെ സ്ക്രീൻ പ്രസൻസ് ഈസ് വണ്ടർഫുൾ. സൂര്യയ്ക്ക് വേണ്ടി നമുക്ക് ഈ സിനിമ കാണാൻ തെറ്റില്ല. പക്ഷേ ഡിറക്ഷൻ പാളി, സ്ക്രിപ്റ്റ് പാളി, പിന്നീട് വിഷ്വൽസ് നല്ലതാണ്, നല്ല രീതിയിൽ. ബോബി ഡിയോളൊക്കെ കൊള്ളാം, പക്ഷേ ഒരുപാട് ചെയ്യാനൊന്നുമില്ല. ആ നറേഷൻ ആർക്കെന്നൊക്കെ പറയാം. അതായത് ഒരു സ്റ്റോറിക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാകണം, ആ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയണം. അതൊന്നും കങ്കുവയ്ക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതൊരു മിഡ് നൈറ്റ് നടു റോഡിലെ റിവ്യൂ ആയിട്ട് കരുതണം. വോയിസൊക്കെ എത്രമാത്രം എൻഹാൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷേ ഈ രാത്രി ഏകദേശം നിങ്ങൾക്ക് കാണാമെങ്കിൽ 1:50 യെസ് 1:50 ആ 1:50 തന്നെ രാത്രിയിൽ കങ്കുവയുടെ റിവ്യൂ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ചെയ്തത്. സിനിമയിൽ ഇങ്ങനെ ഓർത്തിരിക്കാൻ തക്ക പാട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതിൻ്റെ ആദ്യത്തെ ഒരു 20 മിനിറ്റ്സ് ഭയങ്കരമായി മാറി. ആധുനിക കാലത്ത് കാണിക്കുന്ന എല്ലാം ഒരു കമ്പ്യൂട്ടർ ഗെയിമിൻ്റെ ഫീലാണ് ഉണ്ടായത്. ദിശാ പട്ടാണിയൊക്കെ ആവശ്യമില്ലാതെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും നമ്മുടെ സിനിമകൾ ബ്ലൈൻഡായിട്ട് ഹോളിവുഡിനെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഈ 1000 വർഷം മുമ്പ് തമിഴ്നാട്ടിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാം ഒരു ഹോളിവുഡിൻ്റെ 300ൻ്റെ അങ്ങനത്തെയുള്ളൊരു ഫീലാണ് വരുന്നത്. പിന്നെ ഈ റോമാക്കാരൊക്കെ വരുന്നു എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഫാക്ച്വലി ഇൻകറക്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു 1.5 ഔട്ട് ഓഫ് 5 വിഷ്വൽ ബ്യൂട്ടിക്ക്, അപ്പീലിന്, ക്യാമറയ്ക്ക് ഡെഫിനറ്റ്ലി മാർക്സ് ഉണ്ട്. സൂര്യയ്ക്ക് ഡെഫിനറ്റ്ലി മാർക്സ് ഉണ്ട്. ബാക്കിയെല്ലാം വീക്കാണെന്നുള്ളതാണ് സത്യം. കൊണ്ട് പറ്റുമെങ്കിൽ കങ്കുവ അവോയ്ഡ് ചെയ്യുക.